സിനിമയില് പശ്ചാത്തല സംഗീതവും ഒരാൾ തന്നെ ചെയ്യുന്നതാണോ നല്ലത്? അതാണ് നല്ലത്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല. കാരണം എൻ്റെ പോക്ക് കുറച്ച് സമയം എടുക്കുന്ന പോക്കായിരുന്നു. പക്ഷെ സമയം എടുത്താൽ കാശ് കൂടുമല്ലോ. അതുകൊണ്ട് ഗുണസിംഗ് എന്ന് പറഞ്ഞ ആളെന്നുണ്ടായിരുന്നു. വളരെ നല്ല മ്യൂസിഷ്യനും ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള റീ റെക്കോർഡിങ്ങിൻ്റെ ഉസ്താദായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ചോദിച്ചു ഞാൻ അതിൽ നിന്നുള്ള കുറേ തീംസ് ഞാൻ കൊടുത്തു. ഒരു ലവ് തീം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് തീം, അല്ലെങ്കിൽ ഒരു വിളി തീം, അതെല്ലാം ഞാൻ കൊടുത്തതിനനുസരിച്ച് അദ്ദേഹം അത് ഉപയോഗിച്ച് വളരെ നന്നായിട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പീസസ് വിട്ടു നന്നാക്കി ചെയ്തു. ഇപ്പോൾ ഉള്ള സിനിമാ ഗാനങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? സിനിമാ ഗാനങ്ങൾ ഞാൻ അധികം കേൾക്കാറില്ല. ഒന്നാമത് നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ടാലൻ്റ് ഉണ്ട്, എന്ത് സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ വർണ്ണശബളമായ ഓർക്കസ്ട്രൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കീബോർഡിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതാണ് ഒരു വീക്ക്നെസ്. ഈ കീബോർഡ് എന്ന് പറയുന്ന സാധനം ഈ ജപ്പാൻകാരനുണ്ടാക്കിയിരിക്കുന്നത്, ഒന്നാമത് അത് പള്ളിയിൽ ഉപയോഗിക്കാനായല്ല, രണ്ടാമത് അത് TV പ്രോഗ്രാമിനും സിനിമയ്ക്കും ഉപയോഗിക്കാനാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് നല്ല താളങ്ങൾ അവർ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതെല്ലാം സെക്സി ഡാൻസിന് ഉള്ള താളങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ പിള്ളേരിപ്പോൾ നല്ല പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർക്ക് എന്തോ ഒരു ഫൗണ്ടേഷൻ, അതായത് സംഗീതത്തിൻ്റെ ബേസിക് കാര്യങ്ങളുമായിട്ട് അത്ര വലിയ പിടിപാടില്ലാത്ത പോലെ തോന്നുന്നു. എടുത്ത വഴി ചാടി ഭയങ്കര ബഹളം, തുടക്കത്തിൽ തന്നെ ബഹളമാണ്. ഒരു 100-200 ആൾ വന്ന് ഡാൻസ് ചെയ്ത സീക്വൻസ് കഴിയുമ്പോൾ എന്താ പാടിയെന്ന്, ലിറിക്സിന് ഒരു ഇമ്പോർട്ടൻസും കിട്ടുന്നില്ല. അതാ, ലിറിക്സ് തന്നെ വലിയ കഴമ്പായിട്ടുള്ള ലിറിക്സ് ഒന്നും അല്ല. എന്നാൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അതിപ്രസരം കൊണ്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പാട്ടുകൾ ജീവിക്കുന്നില്ല. അപ്പോൾ കേൾക്കാൻ രസമുണ്ടെങ്കിലും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ആരുടെ മനസ്സിൽ പാട്ടുകൾ തങ്ങുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല, പക്ഷേ ഇവർക്ക് ആരെങ്കിലും ഇത്തിരി പ്രായമുള്ള ആളുകളൊക്കെ, പിള്ളേരൊക്കെ ഇത്തിരി വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ ചെയ്തു പോയി നോക്കുക, എന്നിട്ട് എന്ത് വരും എന്നൊക്കെ, അതൊന്നും ഇപ്പം നടക്കുന്നില്ല. അതായത് എന്താ പറയുന്ന, വടിയെടുത്തവൻ വാളെടുക്കുന്ന വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഒരു പയ്യൻ കുറച്ച് ഗിറ്റാർ നന്നായിട്ട് വായിച്ചാൽ അവനാണ് പിന്നെ ആ ട്യൂണുള്ളത്, അല്ലെങ്കിൽ കീബോർഡ് വായിക്കുന്ന പയ്യൻ ഒരു ട്യൂണുണ്ട്. അങ്ങനെ വായ്പാട്ടില്ലാതെ നമുക്ക് പാട്ടുണ്ടാക്കാൻ പറ്റില്ല. യു ഷുഡ് നോ ഹൗ ടു സിങ്. അല്ലാതെ ഇപ്പോൾ കീബോർഡിൽ ടന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്താൽ അത് പാട്ടാകാൻ ഇത്തിരി പണിയാണ്. ഇപ്പം മാഷ് സംഗീതം ചെയ്തിരിക്കുന്ന സിനിമാ പാട്ടുകളിൽ അതനുസരിച്ച് ഇഷ്ടപ്പെട്ടൊരു ഗായകൻ ഉണ്ടാവുമല്ലോ. ഉണ്ടല്ലോ, യേശുദാസിന് വെട്ടാൻ ഇവിടെ ആരുമില്ല. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് വെൽ. യേശുദാസ് ഇസ് ദ ബെസ്റ്റ് സിംഗർ. മാത്രമല്ല യേശുദാസിന് എല്ലാ പ്രൊഡ്യൂസേഴ്സും യേശുദാസിനെ തന്നെ വേണം. ഇപ്പം ഞാൻ പലപ്പോഴും യേശുദാസ് തന്നെ എന്നോട് പറഞ്ഞു, പി ജയചന്ദ്രൻ നന്നായിട്ട് പാടും, അദ്ദേഹത്തെയും കൊണ്ട് പാടിക്കാന്നൊക്കെ എന്നോട് തുടക്കത്തിലേ പറഞ്ഞു. അതിനനുസരിച്ച് സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജയചന്ദ്രൻ സാറിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതിൽ ഇനിയുമേതു തീരം ഇവിടെ അല്പനേരം, അങ്ങനെ നല്ല പാട്ട്. പിന്നെ എല്ലാം ഓർമ്മകൾ അങ്ങനെ പി ജയചന്ദ്രൻ സാർ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആരാണ് കോഴിക്കോടുകാരൻ, വിജയനോ, അങ്ങനെ പലരും ഉണ്ടല്ലോ. ഗായികമാര് എനിക്ക് ഇപ്പോൾ ഇഷ്ടം ചിത്രയാണ്. അപ്പൊ ആദ്യകാലത്ത് ഇവര് ജാനകി. പിന്നെ പി സുശീലയെ കൊണ്ട് ഞാൻ പാടിച്ചിട്ടില്ല. പിന്നെ ആരാ ഉള്ളത്? നമ്മുടെ വാണി ജയറാം, നല്ല പാട്ടുകാരിയാണ്. ഈ സിനിമാ ഗാനങ്ങൾ കൂടാതെ ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. ഭക്തിഗാനത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്, അല്ലേ? ഞാൻ ഇന്നും അതിൽ സജീവമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഐ എം എ സ്പെഷ്യലിസ്റ്റ് ആണ്. ഐ ക്യാൻ നൗ ലുക്ക് പീപ്പിൾ ഇൻ ടു ദി ഐസ്. അവരെ കണ്ണി നോക്കി കൊണ്ടുവരാൻ ഐ എം എൻ അതോറിറ്റി ഓൺ ചർച്ച് മ്യൂസിക് എന്ന് പറയാം.
അപ്പോൾ ആ ഭാഗ്യത്തിന് എനിക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി, പഠിക്കാൻ സൗകര്യം കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഞാനൊരു വിത്തൗട്ട് എക്സാജറേഷൻ 10,000 പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്തീയ ഭക്തി ക്രിസ്ത്യ ഭക്തി അതിൽ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് നിർമ്മലമായൊരു ഹൃദയമെന്നിൽ, ഓർമ്മയില്ലേ? അതെ, നിർമ്മിച്ചരുളുകനാഥ, അതാണ്. അല്ലെങ്കിൽ ഇത് ജീവിതാർത്ഥന വേളയായിതാ മാനസങ്ങളിൽ പൂജ, അങ്ങനെ അതുപോലെ 500, 600 പല പല പാട്ട്, ഓരോ സന്ദർഭത്തിന് ആവശ്യമായത്. ഈ മലയാളം കൂടാതെ മറ്റ് ഭാഷകളിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, മറ്റു ഭാഷകളിൽ ക്രിസ്തീയ ഡിവോഷണൽ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഛത്തീസ്ഗഡിൽ റായ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ഡയസിസിൽ ആ പള്ളിയിൽ പാടുന്ന പാട്ടുകളൊക്കെ ഞാനും മുളവന എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിക്കാരൻ അച്ഛനായി, ഞാൻ അച്ഛനായില്ല, ഞങ്ങളിപ്പോഴും ഒന്നിച്ച് പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഹിന്ദിയിൽ എഴുതിത്തരും, ഞാൻ ട്യൂൺ ചെയ്യും, അവരവിടെ പാടുന്നുണ്ട്, ഇപ്പോഴും പാടും. ഇപ്പൊ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? പിന്നെ എനിക്ക് സൗകര്യമില്ല. ഇപ്പൊ കേട്ടില്ലേ, ഓൾ ദീസ് ഫോൺ കോൾസ് ആർ കമ്മിങ്, അത് വേണം ഇത് വേണം എന്നും പറഞ്ഞ് വരിക. അപ്പൊ എനിക്കിപ്പോ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തിരുവനന്തപുരത്ത് പോകണം. അവിടെ ബിജുക്കി എന്ന് പറയുന്ന ഒരു നൈസ് യങ് മാൻ അല്ല, കുറച്ച് അയാൾ പിയാനോ പഠിപ്പിക്കുന്നത്. അപ്പം അവിടെ അതിൻ്റെ അകത്ത് കുട്ടികളോട് ഒരു ചെറിയ അഭിമുഖം വേണം. അങ്ങനെ ഓരോ, പിന്നെ പലരും വിളിക്കുന്ന അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരണം. ഞങ്ങൾ കിളവന്മാരും കിളത്തിമാരും പണ്ടത്തെ പാട്ടുകാരെല്ലാവരും കൂടി പാടുകയാണ്. അപ്പം താങ്കൾ വന്ന് ഞങ്ങൾ അഭിസംബോധന അങ്ങനെ പോകുന്നു. പിന്നെ സിനിമാക്കാരും വരുന്നുണ്ട്. ഇപ്പോൾ പൂക്കൾ, അതിനുശേഷം വേറെ 2-3 പടം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ വലയം എന്ന് പറയുന്നത്, വെള്ളോടിൻ കിങ്ങിണി കെട്ടിയ വന്നിപ്പൂവാലി തന്നാനി തനനീനി തനിനീനേ തനനം തനനം താനനി തനനം തനനി നാനേ തനനം തനനം, ഇങ്ങനെ അവർക്കൊരു നാടോടി പാട്ട് പോലെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പിന്നെ കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അതിൻ്റെ അത് വളരെ നല്ല ഒരു ഷോ കിടന്നത്. വാനം മാറിയോ സ്നേഹം പോയോ, അങ്ങനെ നല്ല മെലഡിയല്ലോ. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ദാരിദ്ര്യം വന്നിട്ടില്ല പാട്ടുണ്ടാക്കാൻ. ആരെങ്കിലും വിളിച്ചാലേ ചെയ്യുള്ളൂ എന്നേ ഉള്ളൂ. പുതിയ സിനിമകൾ ഏതെങ്കിലും? പുള്ളി ഇപ്പൊ പലരും വന്നപ്പോ എബ്രിഷൻ എന്നോട് പറയുന്ന അടുത്ത പടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ആളുകളൊന്നും വരുന്നില്ല, ഇടക്കും മുറിക്കും ആളുകൾ വരുന്നു. ഈ സ്പീഡ് പാട്ടുകളോട് താല്പര്യക്കുറവുണ്ടോ? എനിക്കോ? എന്ത് പാട്ടുകൾ? പീരീഡോ? സ്പീഡായിട്ടുള്ള പാട്ടുകളാണല്ലോ. താല്പര്യക്കുറവില്ല, പക്ഷെ എല്ലാം സ്പീഡായ കൊള്ളില്ല സാർ. ഈ പാട്ടുകൾക്ക് ഒരു മൂഡുണ്ടല്ലോ, ഒന്നുകിൽ ശോകം, അല്ലെങ്കിൽ ഹാപ്പി, അല്ലെങ്കിൽ ഭക്തി, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പീഡാണ് വേണ്ടത്. അല്ലാതെ കൊച്ചിന് ഉറക്കുമ്പോൾ കൊച്ചുറങ്ങും. കൊച്ചിന് ഉറക്കാനായിട്ട് മേലെ മേലെ മാനം അങ്ങനെ പാടി കൊച്ചുറങ്ങുള്ളൂ. അതെ, സ്പീഡ് പാട്ടുകളെ കൊണ്ട് എല്ലാം സ്പീഡാകുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ ഉള്ള കറി മുഴുവൻ സാമ്പാറായിരിക്കണമെന്ന് പറയുന്ന പോലെയാണ്, വേറെ കറിക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ ഈ ഹ്യൂമൻ ലൈഫ് ഈസ് എന്താ പറയുക, വൈവിധ്യമാർന്ന ഒരു കാര്യമാണ്. ആ വൈവിധ്യം നമ്മുടെ ആർട്ടിലും റിഫ്ലക്റ്റ് ചെയ്യണം. അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ സ്പീഡ് മാത്രം മതി എന്ന് പറയുന്നത്. ആ കാര്യം മനസ്സിലാക്കാതെ എടുത്ത് ചാടും, അത്രേ. അങ്ങ് ഒരുപാട് ഓണപ്പാട്ടുകൾക്കൊക്കെ മ്യൂസിക് കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് ഉദാഹരണത്തിന് പൊന്നോണം വന്നു പൂമ്പട്ട് വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ, പൊൻവി സാർ എഴുതിയ 10 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കസറ്റിൻ്റെ പേര് മറന്നു. പിന്നെ കെ ജയകുമാർ സാറിനോടുകൂടി അതിമനോഹരമായ 8 റൊമാൻറ്റിക് സോങ്സ് ചെയ്തിട്ടുണ്ട്. റൊമാൻസിൻ്റെ ക്ലൈമാക്സ് ആണ് മിസ്റ്റർ ജയകുമാർ. ഉദാഹരണത്തിന് ചെല്ലിട്ട വാതിലിൽ വന്നു നിൽക്കാമോ, മെല്ലെ തുറന്നു തരാമോ, ഓ
മെല്ലെ തുറന്നു തരാം, ഒരു ഗസൽ പോലെ. അങ്ങനെ അതിമനോഹരമായ പാട്ട്. അദ്ദേഹത്തിൻ്റെ ലിറിക്സ് കിട്ടിയിട്ട് ട്യൂൺ ചെയ്തത്, ചിലത് ഞാൻ ട്യൂൺ ഇട്ടിട്ട് അദ്ദേഹം ലിറിക്സ്. ഈ മലയാളത്തില് സിനിമാ സംഗീത സംവിധായകരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയേക്കണ ആരോടാണ്? ഏറ്റവും കൂടുതൽ തോന്നിയ ദേവരാജ മാസ്റ്റർ. അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തെല്ലാം ടൈപ്പ് പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ പുതുതലമുറയെ കുറിച്ച്, പുതിയ തലമുറയെ ഏതാ പുതിയതാരാ പുതിയ തലമുറയിലെ പേരുകൾ പറയും. നമുക്ക് ഇപ്പോ പുതിയ ജയചന്ദ്രൻ, എം ജയചന്ദ്രൻ. ഈസ് ഗുഡ്, നോളജബിൾ ആണ്. ജയചന്ദ്രൻ പുതിയ തലമുറയാണ്. പുതിയ തലമുറ. ജയചന്ദ്രൻ ഇസ് വെരി ഗുഡ്. ഒരിക്കലും ഒരു മണ്ടത്തരം അദ്ദേഹം ചെയ്യില്ല. പക്ഷെ ഒരുപാട് മണ്ടത്തരം ചെയ്യുന്നപ്പോൾ പിന്നെ വേറെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്ര ഇൻഫർമേഷൻ അല്ലെങ്കിൽ വേണ്ടത്ര ട്രെയിനിങ്ങോ സംഗീതത്തിന്റെ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് പോരാ. സംഗീതത്തിൽ പ്രവേശിക്കാനുള്ള, സംഗീതം ഉണ്ടാക്കാനുള്ള നിലവാരത്തിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ്ങോ പഠിത്തമോ ഒന്നുമില്ല എന്നൊരു ഒരു എന്താ ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഇവരുടെ പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇമ്മച്യൂരിറ്റി, ഇതിന് വേണ്ടത്ര അവഗാഹമില്ലാതെ ചെയ്യുന്നു. അത് പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു വെള്ളയപ്പം ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിനൊക്കെ എന്തിടണമെന്ന് നമുക്കറിയണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കണം, എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ വ്യക്തമായ ധാരണ ഓരോ സാധനത്തെ പറ്റിയും വേണം. ഈ രവീന്ദ്രൻ മാഷിന് he was very good. ഹെവിലി കർണാറ്റിക് ആയിരുന്നു. അതെ, പക്ഷെ അതിമനോഹരമായ പാട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം യേശുദാസും നല്ല ഒന്നാന്തരം കോമ്പിനേഷൻ ആയിരുന്നു. രവീന്ദ്രൻ മാഷ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗായകനാകാൻ ആഗ്രഹിച്ചിരുന്നു. ചെന്നൈയിൽ എത്രയോ കൊല്ലം പാവം വിഷമിച്ചു. അവസാനം രക്ഷയില്ലാഞ്ഞൊരു ഡബിങ് ആർട്ടിസ്റ്റായി. പിന്നെ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന് ഒരു പാട്ട് എടുത്തപ്പോൾ അദ്ദേഹം കോറസ് പാടാൻ വന്നു. അതുകൂടിയുണ്ട്. അത്ര ഹി വാസ് റെഡി ടു ഡു എനിത്തിങ്. ഫൈനലി ഹി ബിക്കേം എ മ്യൂസിക് ഡയറക്ടർ. സിനിമക്കപ്പുറം വേറെ ഇൻഡസ്ട്രി ഏത് താല്പര്യം തോന്നിയേക്കണ? എനിക്ക് ഭക്തി ചർച്ച് മ്യൂസിക്കിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചർച്ച് മ്യൂസിക് തനിച്ച് പറയുന്നില്ല. ശബരിമലയൊരു പൂങ്കാവനം, ശ്രീഭൂതനാഥന്റെ സിംഹാസനം. ആളുകൾ പറയും ഇത് രവീന്ദ്രന്റെ പാട്ടാണ്. ഞാനുണ്ടാക്കിയ പാട്ടാണ്. ശബരിമല ഒരു പൂങ്കാവനം. അല്ലെങ്കിൽ പൂഞ്ചേലയഴിയുന്നു അപമാനിതയാം പാഞ്ചാലി കേഴുന്നു, വിളംബമരുതേ അരുതേ കൃഷ്ണ, വിശ്വരൂപം കാട്ടുക നീ പൂഞ്ചേല. ഇതാരാ? അപ്പൊ ആളുകൾക്ക് ചില മുൻവിധിയുണ്ട്. അപ്പൊ 1000 കണ്ണുമായി ഫേമസ് ആയപ്പോൾ അതൊരു പള്ളിപ്പാട്ടിന്റെ ചുവയിലാണെന്ന് ആരോ പറഞ്ഞു. ഞാനത് ഖണ്ഡിക്കുന്നില്ല. പള്ളിപ്പാട്ടുമായിട്ട് വലിയ അതിന്റെ ഹാമണി മാത്രമേ പള്ളിപ്പാട്ടുമായിട്ട് ബന്ധം. പക്ഷെ അത് കിടക്കുന്നത് ഇതിലാണ്. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ എന്ന് പറയുന്ന വൃത്തത്തിലാണ്. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ഓമനക്കുട്ടൻ ഗോവിന്ദനാണ് എൻ്റെ പുറകിലിരിക്കുന്നത്. പക്ഷെ ആളുകൾ പറയുന്നത് പള്ളിപ്പാട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വന്നതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം പള്ളിപ്പാട്ടായിട്ട് തെറ്റിദ്ധരിക്കാൻ അറിവില്ലാത്തവർ തോന്നുന്നു. സംഗീതം ആണോ ഒരു സംഗീതം വിട്ടുള്ള ഒരു ജീവിതം? എനിക്കില്ല. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടെ. എനിക്ക് ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒന്ന് സൗത്ത് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഓട്ടോ മേടിച്ചെന്ന് നിൽക്കാൻ.
ഇപ്പൊ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാല് എന്താണ് ഒരു റുട്ടീൻ? റൂട്ടീൻ അല്ല സർവ്വസാധാരണ എഴുന്നേക്കുക, കുളിക്കുക, മറ്റേ രാവിലെ തന്നെ എണീക്കും 6 മണിക്ക്? 6 മണി. ഞാനിപ്പോ എഴുന്നേക്കുന്ന ഒരു 5 മണിയൊക്കെ ആകുമ്പോ കണ്ണു തുറന്നു പോകും. ഇപ്പൊ പ്രായമായതും അധികം ഉറങ്ങണ്ട. എഴുന്നേറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ അപ്പൊ തന്നെ വല്ല ട്യൂൺ തലയിൽ കൂടി വന്നാൽ അത് ഞാൻ അപ്പൊ തന്നെ നോട്ട് ചെയ്തിട്ട് അങ്ങനെ. ഈ അമേരിക്കയിൽ നിന്ന് അന്ന് പോയായിരുന്നു? അമേരിക്കയിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സിനിമയിൽ കയറിപ്പോയി. അപ്പൊ അമേരിക്ക പിന്നെ പോയിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ? ഒന്നുകിൽ ഐ ബിക്കം എ പ്രൊഫസർ ഓഫ് മ്യൂസിക് ഇന്ന് കോളേജിൽ പഠിപ്പിക്കാനൊന്നല്ല, അല്ലെ ഹോളിവുഡിൽ ചെന്ന് ചാടിയാൽ നോക്കുമല്ലോ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊക്കെ അതൊക്കെ ഈസി അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മുടെ റെക്കോർഡിംഗ് ഉണ്ട്, കേൾപ്പിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടുമായിരുന്നിരിക്കും. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. നമ്മുടെ ആഗ്രഹം ഇവിടെ കിടക്കുന്നത് ഇന്ത്യൻ മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും കൂടി കമ്പൈൻ ചെയ്യാം. ഈ നൗഷാദ് അദ്ദേഹമായിട്ടുള്ള ഈ 5 വർഷ കാലയളവ് സിനിമാ ജീവിതത്തിൽ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് ഗുണം ചെയ്തു. പിന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്നാണല്ലോ ബേസിക് പാട്ടിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം, മെലഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വെസ്റ്റേൺ മ്യൂസിക്കിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഇന്ത്യൻ മ്യൂസിക്കിൽ നിന്ന് എന്തെങ്കിലും രണ്ടും കൂടി കമ്പൈൻ. ഉദാഹരണത്തിന് മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ള പാട്ട് തുടങ്ങുന്ന പം 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 വെസ്റ്റേൺ സിംഫണി ഓർക്കസ്ട്ര വായിക്കും. അത് കഴിയുമ്പോഴത്തേ കിടക്കുന്ന ചെണ്ട ടിങ്കറിൻ ടിക്കിങ്. അവിടെ ചെണ്ടയിട്ടുണ്ടോ വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ഞാൻ നൗഷാദ് സാബ് പറഞ്ഞായിരുന്നു, വെസ്റ്റേൺ മ്യൂസിക്കിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ ഇന്ത്യൻ മ്യൂസിക് ഉടനെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ വാചാലം നിന്മാവണോ എന്മാവെന്ന പാട്ടില് അങ്ങനെ. അപ്പൊ ഐ ഓൾവേസ് ജക്സ്റ്റപോസ് വെസ്റ്റേൺ മ്യൂസിക്കും ഇന്ത്യൻ മ്യൂസിക്കും ഒരേ സമയം ഒപ്പം കൊണ്ടുപോവുക എൻ്റെ പരിപാടി. ഇവിടെ നമ്മളുടെ ആസ്വാദകർ പക്ഷെ ആ ഒരു കൾച്ചറ്, അതായത് ഇപ്പൊ ഒരു വെസ്റ്റേൺ സംഗീതവും ഇവിടുത്തെ ഇന്ത്യൻ സംഗീതവും തമ്മിലുള്ള സാർ അവതരിപ്പിക്കുന്നതിന് മുമ്പ് പരിചിതമായിരുന്നില്ല. പലർക്കും ഇപ്പോഴും അതിനോട് ഒരു താല്പര്യം കാണുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ അതെനിക്കറിഞ്ഞിട്ടോ. ഈ കേൾവിക്കാരുടെ കാര്യത്തെ പറ്റി നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കാം, അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടാം, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മളെ കാഴ്ചപ്പാടിൽ കൂടി എന്തോ ചെയ്യുന്നു, അത് ഫലിച്ചാൽ ഫലിച്ചു, ഫലിച്ചില്ലെങ്കിൽ പോയി, അത്രേ ഉള്ളൂ. പക്ഷെ ചെയ്യുമ്പോ അറിവോടുകൂടി ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ദേവദന്തുബി സാന്ദ്രല എന്നുള്ള പാട്ടിൻ്റെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഫോക്ക് സോങ് ഞാൻ ഇങ്ങനെ ഒരു പീസ് എൻ്റെ അതുണ്ട്. അപ്പൊ പലരും അതെന്തിനാ അവിടെ കുത്തിക്കയറ്റിന്ന്. ഞാൻ പറഞ്ഞു, ഈ ദേവദന്തുബി എന്നുള്ള പാട്ട് ആഭേരി എന്ന് പറയുന്ന രാഗമാണ്. ആഭേരി എന്ന് പറയുന്നത് കരഹരപ്രിയയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ കരഹരപ്രിയ ഇത് തന്നെയാണ്. ആർ യു ഗോയിങ് ടു സ്കാർബറോ ഫെയർ ആ പേരിൽ കിടന്ന് കളിക്കുന്ന ഇംഗ്ലീഷുകാരൻ്റെ ഫോക്ക് സോങ്ങാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അറിവോടുകൂടി ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ വായിൽ കിട്ടിയത് കണ്ടതൊക്കെ വലിച്ചു വാരി ഇട്ടല്ലോ ഒന്നും ശരിയാകില്ല. ഇപ്പോഴും പഴയ ഗാനങ്ങളോട് ആൾക്കാർ ഒരുപാട് പഴയ ഗാനങ്ങളുടെ ശക്തി ആ ലിറിക്സിലാണ് സർ. ട്യൂൺ സിമ്പിൾ ആണെങ്കിലും ട്യൂൺ ഉണ്ട് നല്ലതാണ്, ആ ലിറിക്സിലാണ് ആ കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് ഇന്നും ലിറിക്സും ട്യൂണും കൂടി കമ്പൈൻ ആകുമ്പോൾ 1+1 2 അല്ല, 1+1 is 11. അതാണ് സംഭവിക്കുന്നത്. നല്ല ലിറിക്സിനോടുകൂടി നല്ല ട്യൂൺ ചേരുമ്പോൾ അതിൻ്റെ എന്താ പറയുക, റിസൾട്ട് ഈസ് സംതിങ് ബിയോണ്ട്. ഇതിൻ്റെ രണ്ടിനും വെട്ടുന്ന സാധനം പുറത്തേക്ക് വരുന്നു. അങ്ങനെ പോകുന്നു. ഇനിയൊരു ഡ്രീം എന്താണ് സംഗീതത്തിലെ? എനിക്കൊരു സിംഫണി കമ്പോസ് ചെയ്യണമെന്നൊരു ഡ്രീമുണ്ട്. സിംഫണി എന്ന് പറയുന്ന ചുമ്മാ ഒരു തബലയും വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. സിംഫണി എന്ന് പറഞ്ഞാൽ അത് സിംഫണി ഒന്നും അല്ല. സിംഫണി എന്ന് പറയുന്നത് നിയതമായ സംഗീത
വൃന്ദ സംഗീതോപകരണങ്ങളുടെ ഒരു വൃന്ദമാണ് സിംഫണി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആദ്യം ഊതുന്ന ഇൻസ്ട്രുമെന്റ്സ്, വുഡ് വിൻഡ് എന്ന് പറയും, അത് മരം കൊണ്ടുണ്ടാക്കുന്നത് ഊതുന്നത് പറയും. അതിൻ്റെ അടിയിൽ സ്ട്രിങ്സ് എന്ന് പറയും. സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ഗിറ്റാറിൻ്റെ സ്ട്രിങ്സ് അല്ല, വയലിൻ, വിയോല, ചെലോ, ഡബിൾ ബേസ് എന്ന് പറയുന്ന ആ സ്ട്രിങ്സ്. അതിൻ്റെ അടിയിൽ സാക്സഫോണിൻ്റെ ഒരു ഫാമിലി. അപ്പോൾ ആദ്യത്തെ ഒരു വുഡ് വിൻഡ് ഫാമിലി, പിന്നെ സ്ട്രിങ് ഫാമിലി, പിന്നെ സാക്സഫോണിൻ്റെ ഫാമിലി, പിന്നെ ബ്രാസിൻ്റെ ഫാമിലി, പപ്രഭാവം നല്ല വോയിസും ഹൈക്കും. അതിൻ്റെ അടിയിൽ പെർക്കഷൻ എന്ന് പറയുന്ന താളം പിടിക്കുന്ന ഇങ്ങനെ 1, 2, 3, 4, 5, 6 കൂട്ടം ഒരു 6 ഫാമിലികൾ ഉള്ള ഇൻസ്ട്രുമെൻ്റൽ ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് നമ്മളിവിടെ പാട്ടിലെ പല്ലവിയാണ്, പല്ലവി ചരണം എന്നൊക്കെ പറയുന്ന പോലെ അവർക്കും അവരുടേതായ ഒരു സ്ട്രക്ചറും അതുപോലെ കമ്പോസ് ചെയ്താലേ സിംഫണി ആവുള്ളൂ. ഇപ്പം നമ്മൾ സിംഫണി എന്ന് വളരെ അർത്ഥമില്ലാതെ എന്തിനും സിംഫണി എന്നൊരു പ്രയോഗമുണ്ട്, അത് തെറ്റാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്, അറിഞ്ഞാണ് ചെയ്യണം. അങ്ങനെ ഒരു ഡ്രീം എനിക്കുണ്ട്. സാറ് ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പള്ളി പാട്ടിലൂടെയാണ് സംഗീതത്തേക്ക് വന്നത്. അതെ, തീർച്ചയായും. അന്ന് ഒരു ഗുരുവിന്റെ റോളിലായിരുന്നു അന്നുണ്ടായത്. ഗുരുവിന്റെ റോൾ നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ ഫാദർ മൈക്കിൾ പനക്കൽ ഒന്ന്. രണ്ടാമത് നടുവിൽ ഇവിടെ കണ്ണംകുന്നത്ത് പള്ളിയിൽ ഒരു ഫാദർ തർസീച്യൂസ് എന്ന് പറഞ്ഞൊരു പാലാക്കാരനുണ്ട്. അച്ഛൻ ഞങ്ങളെ ചെറുപ്പക്കാർ കുട്ടികളെയൊക്കെ കൊയറിൽ കയറ്റിയിരുത്തി പാടിക്കാൻ ശുഷ്കാന്തി കാണിച്ച അച്ഛൻ. അപ്പോഴും ഞങ്ങളുടെ വികൃതിയൊക്കെ അച്ഛൻ ഒരു പരിധി ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല അച്ഛനായിരുന്നു. പിന്നെ എന്നെ വളർത്തിയെടുത്തത് ഇവിടെ മാർക്ക് പള്ളൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് ദോ റേ മീ ഫ എന്നൊക്കെ നൊട്ടേഷൻ അന്ന് ചെറുപ്പത്തിൽ എനിക്ക് വല്ല 7 or 6 വയസ്സുള്ളപ്പോൾ കാണിച്ചു തന്നു. അങ്ങനെ പല പല ആളുകളും എന്നെ സഹായിച്ചു. അന്ന് പള്ളിയിൽ പാടാൻ മുമ്പ് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് പള്ളിപ്പാടം ഞാൻ എൻ്റെ അമ്മമ്മയുടെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയില്ലേ. ഒരു 4-5 വയസ്സ് മുതൽ പള്ളി പാടി തുടങ്ങി. നസ്രത്ത് ഇപ്പോൾ നമ്മുടെ ഓശപ്പൻ എന്ന് പറഞ്ഞൊരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓശപ്പൻ്റെ അപ്പൻ ആൻഡ്രൂ, മിസ്റ്റർ ആൻഡ്രൂ. ഞാൻ നസ്രത്ത് പള്ളിയിലാണ് എൻ്റെ ഇടപെടൽ. ഞാൻ ചെറുപ്പത്തിൽ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഹോളിഡേയിന് പോകുമ്പോൾ, അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഈ ആൻഡ്രൂ ചേട്ടൻ വയലും വായിച്ചുകൊണ്ട് ലത്തീൻ പാടുമ്പോൾ ഞാൻ അദ്ദേഹത്തോടു കൂടി ഇന്ന് പാടിയിട്ടുണ്ട് വർഷങ്ങളോളം. അപ്പോൾ അങ്ങനെ പല പല ഇൻപുട്സ് എനിക്കുണ്ടായിരുന്നു. ഈ ഓർഗൻ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇവിടെ വെച്ചാണോ? ഓർഗൻ ഞാനിവിടെ കണ്ണംകുന്നത്ത് പള്ളിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛന്മാർ കാണിക്കുന്ന പോലെ ഞാനും കോപ്പി അടിച്ചു, ചെയ്തു നോക്കി, സ്വയം പഠിച്ചു. കുറേയൊക്കെ അച്ഛന്മാർ അത് കാണിച്ചു തരുമല്ലോ ഇങ്ങനത്തെ ഇത്. പക്ഷെ ആരും ഓർഗൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാനത് ചുമ്മാ വായിക്കാൻ തുടങ്ങി. പിന്നെ ഇൻഡോറിൽ ചെന്നപ്പോ ജർമ്മൻകാരന്മാർ നമ്മളെ പഠിപ്പിച്ചു. അവര് ഭയങ്കരമാര് അവര് ഉടനെ ഞാൻ ഇത്തിരി പാട്ടുണ്ടാക്കുന്ന ഒരു അച്ഛൻ കണ്ടു മനസ്സിലപ്പോൾ ഉടനെ പ്രസ്സിൽ പോയിട്ട് 5 വരെയുള്ള പേപ്പർ ഒരു 500 പേജ് എനിക്ക് അയച്ച് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. എഴുതിക്കോ എന്നും പറഞ്ഞു. അതുപോലെ ഞാൻ നൗഷാദ് സാഹിബിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരു സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തപ്പോൾ അത് വളരെ മനോഹരമായ ഒരു സ്ട്രിങ് ഓർക്കസ്ട്രയുടെ പീസായിരുന്നു. അതെല്ലാവർക്കും കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അന്നത്തെ തലയെടുപ്പുള്ള ഒരു മ്യൂസിഷ്യനായിരുന്നു കേർസി ലോഡ് എന്ന് പറഞ്ഞൊരു പാർസി ജെന്റിൽമാൻ. അദ്ദേഹം ഈ മ്യൂസിക് അന്ന് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഒരു കെട്ട് ഇങ്ങനത്തെ പേപ്പറുമായിട്ട്, 5 ലൈനുള്ള പേപ്പറുമായിട്ട്. ജെറി കമ്പോസ് മോർ എന്നും പറഞ്ഞു. അങ്ങനെ വളരെ വിശാല ഹൃദയരായ ആളുകളോട് എനിക്കുണ്ടായിരുന്നു. നമ്മളുടെ സിനിമാ സംഗീത രംഗത്ത് ഒരുപാട് അന്യ ഭാഷകളിലുള്ള ആൾക്കാർ ഇവിടെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇളയരാജ ഇളയരാജ അമാനുഷ്യനാണ് സാർ. ഞാൻ വെറും 75 സിനിമയിലേ ചെയ്തു. ഇളയരാജ 1000 സിനിമ ചെയ്തിട്ടുണ്ട്. എന്താ ഇത് കളിയോ? 1000 സിനിമയാണെങ്കിൽ ഒരു പാട്ട് വേറൊരു പാട്ടുമായിട്ട് റിപ്പീറ്റില്ല, ഒരു സാമ്യമില്ല, എല്ലാം വ്യത്യസ്തമായ പാട്ട്. സോ ഇളയരാജ ഈസ് അമേസിങ് ഗിഫ്റ്റഡ് മാനാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ആളാണ് ഇളയരാജ. മലയാളത്തിൽ അദ്ദേഹം മനോഹരമായ പാട്ടുകൾ ചെയ്തിട്ടില്ല. തുമ്പി തുമ്പക്കുടത്തിൽ
ഏത് പാട്ടെടുത്താലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഗ്രേറ്റ് കമ്പോസർ, ഗ്രേറ്റ് മ്യൂസിഷ്യൻ. ജെറിമാഷിന്റെ ഹിന്ദിയിലുള്ള ഒരു ഇഷ്ടം മ്യൂസിക്? എനിക്ക് നൗഷാദാണ് ഫസ്റ്റ് ചോയ്സ്. പക്ഷെ ഇപ്പൊ അത് കുറെ കാലം കഴിഞ്ഞാൽ പുറകോട്ട് നോക്കുമ്പോൾ ഐ ഷുഡ് ഹാവ് പെയ്ഡ് അറ്റൻഷൻ മോർ ടു സി രാമചന്ദ്ര എന്ന് പറഞ്ഞൊരു മ്യൂസിക്. ഉദാഹരണം, യേ ജിന്ദഗി ഉസീ കി ഹൈ ജോ കിസി കാ ഹോ ഗയാ, അങ്ങനൊരു പാട്ടില്ല, അതിന്റെ കമ്പോസറാണ് സി രാമചന്ദ്ര. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല. നൗഷാദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പിടിച്ച സി രാമചന്ദ്ര. പിന്നെ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ഈ OP നായർ എന്ന് പറഞ്ഞൊരു മഹാഭയങ്കരമാണ്. അയ്യോ, എന്തെല്ലാം ടൈപ്പ് പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഒരുപാട് നല്ല കഴിവുള്ളത്. ശങ്കർ ജയകൃഷ്ണന്റെ കുഴപ്പം എന്തെല്ലാം പാട്ടുകൾ. മേരാ നാം രാജു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗുൽബദൻ ഗുൽബദൻ കാട്ടോ കത്തിനോ, അങ്ങനെ പോകുന്നു. വെരി ഗിഫ്റ്റഡ് പീപ്പിൾ. എന്തെല്ലാം ഈ സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും വേണം. തട്ടിപ്പും വെട്ടിപ്പെന്ന് വെച്ചാലേ കുറച്ച് പ്രിറ്റൻഷൻ വേണം. പിന്നെ അല്പം സ്വല്പം കള്ളു കുടിക്കുന്നതല്ല. എന്താ കാര്യം എന്ന് വെച്ചാല് എല്ലാവർക്കും ഒരു ഈവനിങ്ങിൽ ഗെറ്റ് ടുഗെദർ സമയത്ത് കുപ്പിയൊക്കെ കൊണ്ടുവന്ന് അവരെ കുറ്റം പറയുന്നതല്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയി ഇരിക്കാൻ എനിക്കൊരു സുഖം തോന്നുകയാണ്. ഞാൻ അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എനിക്കറിയാം. എന്നോട് ദേവരാജ മാസ്റ്റർ പറഞ്ഞു, ചെറിയ സൂക്ഷിക്കണം സിനിമ. അദ്ദേഹം ഒരിക്കലും ഞാൻ തിരുവനന്തപുരത്ത് ഒരു ട്രെയിൻ കയറാനായിട്ട് മഞ്ഞിൽ വീഴുന്ന പൂക്കളുടെ കാലത്ത് ട്രെയിൻ കയറാൻ പ്ലാറ്റ്ഫോമിൽ ചെന്നപ്പോൾ ഒരാളിങ്ങനെ കൈകൊട്ടി. ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ തീവണ്ടിയുടെ അകത്തിരുന്ന് കൈകൊട്ടി. ചെന്ന് നോക്കിയപ്പോൾ ദേവരാജ മാസ്റ്റർ എന്നോട് വന്ന പാട്ടുകൾ വളരെ നന്നായിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, പക്ഷെ സൂക്ഷിക്കണം, കുറച്ച് മദ്യവും മറ്റും കരുതേണ്ടി വരും. കരുതാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതെങ്ങനെ. അദ്ദേഹം എനിക്കൊരു വാണിംഗ് തന്നിരുന്നു. യേശുദാസായിട്ടുള്ള സൗഹൃദം. യേശുദാസ് വിളിച്ച ഏത് സമയത്ത് വന്ന് പാട്ട് പഠിക്കും, പാടും പോകും. അപ്പം യേശുദാസിന്റെ സ്റ്റുഡിയോയിലാണല്ലോ ഞാൻ ആദ്യം തന്നെ സിനിമ പാട്ട് ചെയ്തത്. മാമാട്ടിക്കുട്ടിയമ്മയുടെ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് തരംഗിണിയിലാണ്. അത് സൗഹൃദം കൊണ്ടല്ല. യേശുദാസ് നിഷ്കർഷിച്ചു, എൻ്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്താൽ ഞാൻ വന്ന് പാടാം. എന്നോടൊരു വിഷമം ഉണ്ടായിരുന്നു യേശുദാസിന്. ആരോ തെറ്റിദ്ധരിച്ച് പറഞ്ഞു യേശുദാസിന് പെണ്ണുങ്ങളുടെ സ്വരമാണെന്ന് ഞാൻ പറഞ്ഞു എന്ന്. ഞാനിബിലേറ്റ് അത് യേശുദാസ് വിശ്വസിച്ചു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞു ഞാൻ ഇതിലേക്ക് വേണ്ടി പാടില്ല എന്ന് ഒരു കാലത്ത് യേശുദാസ് പറഞ്ഞു. അപ്പോൾ നവോദയപ്പറ്റും പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് വരാം, ദാസ് അങ്ങനെയൊന്നും ശാഠ്യം പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നവോദയപ്പറ്റും വിളിച്ചത്, ഞാൻ ജെറിയാണ് മ്യൂസിക് ഡയറക്ടർ, സിനിമയുടെ പേര് മാമാട്ടിക്കുട്ടിയമ്മ, യേശുദാസ് പാടണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എല്ലാ പാട്ടുകളും എൻ്റെ സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് തരംഗിണിയിൽ ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ടിട്ട് അന്ന് മുതൽ ഇന്ന് വരെ യേശുദാസ് നോൺ സ്റ്റോപ്പ് പാടിയിരുന്നു. വിളിക്കാറുണ്ടോ? ഇല്ല, വിളിക്കാറില്ല സാർ. ബിക്കോസ് ആർക്കും സമയമില്ലല്ലോ. അമേരിക്കയില്ല ഇപ്പൊ. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സൗഹൃദം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫ്രണ്ട്ഷിപ്പിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ശരിയാണ്. പക്ഷെ അതിന് പോയിരുന്ന് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനൊന്നും ആർക്കാ സമയം?